ഹായ് ഫ്രണ്ട്സ്, എല്ലാ പ്രിയ കൂട്ടുകാർക്കും ബ്രൂസ്ലി PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ LDCക്ക് വേണ്ടിയുള്ള ചെറിയൊരു മോഡൽ എക്സാം ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് മുമ്പേ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ കണ്ണൂർ കൊല്ലം ജില്ലക്കാരുടെ LDCയുടെ ഹാൾ ടിക്കറ്റ് പ്രൊഫൈലിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും എക്സാം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാം. 40 ചോദ്യങ്ങൾ നോക്കുന്നുണ്ട്. അതിൽ 10 ഇംഗ്ലീഷ് മലയാള ചോദ്യങ്ങളും 30 നമ്മുടെ GK ഭാഗത്ത് എന്നുള്ള ചോദ്യമാണ്. GK പ്ലസ് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളുമാണ്. അപ്പം എക്സാം എല്ലാവരും മുഴുവനായിട്ട് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങൾ കിട്ടുന്ന മാർക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 2023 ബുക്കർ പ്രൈസ് നേടിയതാര്? 2023 ബുക്കർ പ്രൈസ് ആർക്കാണ്? 2023 ബുക്കർ പ്രൈസ് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, പോൾ ലിഞ്ച് ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി പോൾ ലിഞ്ച് ആണ്. ഇങ്ങനെയുടെ ഏത് നോവലിനാണ് കിട്ടിയത്? പ്രൈവറ്റ് സോങ്. ഓക്കെ, പ്രൈവറ്റ് സോങ് എന്ന് പറയുന്ന നോവലിനാണ് ബുക്കർ പ്രൈസ് കിട്ടിയത്. ഓക്കെ, 2023 ബുക്കർ പുരസ്കാരം നേടിയത് ഐറിഷ് എഴുത്തുകാരനാണ്. ഓക്കെ, അയർലൻഡുകാരനാണ് പോൾ ലിഞ്ചിൻ്റെ പ്രൈവറ്റ് സോങ്. ഓക്കെ, പോൾ ലിഞ്ച് പ്രൈവറ്റ് സോങ് എന്ന നോവലിനാണ് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ 2024 ഇൻ്റർനാഷണൽ ബുക്ക് പ്രൈസ്, ഈ ബുക്കർ പ്രൈസും ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസും രണ്ടാണ്, അതൊന്നും ഓർക്കണം. അപ്പോൾ 2024 ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയത് ആർക്കാണ് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. 2024 ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് ആർക്കെന്നറിയാമോ? ജെനി എയർപെൻബെക്കിനാണ്. ഓക്കെ, ജെനി എയർപെൻബെക്കിനാണ്. ജർമ്മൻ സാഹിത്യകാരിയാണ്. അത് നോക്കിയില്ലെങ്കിൽ കുഴപ്പമില്ല, പേരൊന്നും ഓർത്തണം. ഓക്കെ, ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് ആണ്. ഇൻ്റർനാഷണൽ ജെനി എയർപെൻബെക്ക്. പിന്നെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹമല്ല, അവൾ. ഓക്കെ, സ്ത്രീയാണ്. അപ്പം സാഹിത്യകാരിയുടെ പുസ്തകം പരിഭാഷ ചെയ്തതാരാണ്? അത് മൈക്കൽ ഹോഫ്മാൻ ആണ്. ഓക്കെ, മൈക്കൽ ഹോഫ്മാൻ ആണ്. ഈ രണ്ട് പേരൊന്ന് ഓർത്ത് വയ്ക്കണം, ജെനിയും മൈക്കിളും. ഓക്കെ, ജെനിയും മൈക്കിളും. അപ്പോൾ ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് കിട്ടിയത് ജർമ്മൻ സാഹിത്യകാരിയായ ജെനി എയർപെൻബെക്കിനും അതുപോലെ പരിഭാഷകൻ മൈക്കൽ ഹോഫ്മാനുമാണ്. നോവൽ ചോദിക്കാൻ സാധ്യതയുള്ളത്, കാരണം നല്ല അത്യാവശ്യം ഒന്ന് ഫേമസ് ആയ നോവലാണ്. ഏത് നോവലാണ്? കൈറോസ് എന്ന് പറയുന്ന നോവലാണ്. ഓക്കെ, കൈറോസ്. ഓക്കെ, കൈറോസ് എന്ന നോവലിനാണ് കിട്ടിയത്. ഓക്കെ, ഇൻ്റർനാഷണൽ ബുക്കർ പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ ജർമ്മൻ വനിത ആരെ നേടിയാലും ആരാണ്? ജെനി എയർപെൻബെക്കാണ്. പുസ്തകം നോവൽ ഏത് നേടിയാൽ? കൈറോസ് ആണ്. ഓക്കെ, കൈറോസ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കും, ഉറപ്പാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്, കേരള സാക്ഷരതാ മിഷൻ ബ്രാൻഡ് അംബാസഡറായി നിയമിതനായ ചലച്ചിത്ര താരം ആരാണ്? കേരള സാക്ഷരതാ മിഷൻ ഈ ഇടയ്ക്ക് ഫേമസ് ആയി നമ്മുടെ SLC ഒക്കെ എഴുതിയിട്ടുണ്ട്. ആരാണ്? നമ്മുടെ ഇന്ദ്രൻസ് ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. ഇന്ദ്രൻസിൻ്റെ ആത്മകഥയുടെ പേരെന്തോന്നാണ്? കറണ്ട് അഫയേഴ്സ് ആണ്. ഇന്ദ്രൻസിൻ്റെ ആത്മകഥയുടെ പേരാണ് ഇന്ദ്രധനുസ്. ഓക്കെ, ഇന്ദ്രൻസിൻ്റെ ആത്മകഥയുടെ പേരാണ് ഇന്ദ്രധനുസ്. ആ പേരുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചാൽ ഇന്ദ്രധനുസ്. അതിൽ P. വത്സലയുടെ ആത്മകഥ ഏതാണ്? ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. P. വത്സല ഏതാണ്? കിളിക്കാലം. ഓക്കെ, കിളിക്കാലം. ഓക്കെ, P. വത്സലയുടെ ആത്മകഥയാണ് കിളിക്കാലം. അതുപോലെ തന്നെ CK ജാനുവിൻ്റെ ആത്മകഥ ഏതാണ്? അടിമമക്ക. ഓക്കെ, CK ജാനു അടിമയായിരുന്നെന്ന് ഓർത്താൽ CK ജാനു അടിമമക്ക. ഓക്കെ, അടിമമക്കയാണ് CK ജാനുവിൻ്റെ ആത്മകഥ. P. വത്സലയുടെ ആത്മകഥയാണ് കിളിക്കാലം. ഇന്ദ്രൻസിൻ്റെ ആത്മകഥയാണ് ഇന്ദ്രധനുസ്. ഓക്കെ, ഇന്ദ്രധനുസ്. അടുത്ത നമ്മുടെ KG ജോർജിൻ്റെ ആത്മകഥ ഏതാണ്? ഞാൻ ഇപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള ആത്മകഥകളാണ് പറയുന്നത്. ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയതും അതുപോലെ ലേറ്റസ്റ്റ് മരണപ്പെട്ട ആൾക്കാരുടെ ആത്മകഥയാണ്. KG ജോർജിൻ്റെ ആത്മകഥ ഏതാണ്? അത് സിനിമയുമായി ബന്ധപ്പെട്ട വ്യക്തി എന്നറിയാം. ഒരു ഫ്ലാഷ് ബാക്ക്, എൻ്റെയും സിനിമയുടെയും. ഓക്കെ, KG ജോർജിൻ്റെ ആത്മകഥയാണ് ഒരു ഫ്ലാഷ് ബാക്ക്, എൻ്റെയും സിനിമയുടെയും. നമ്മുടെ ISRO ചെയർമാൻ്റെ ആത്മകഥ ഏതാണ്? നിലാവ് കുടിച്ച സിംഹങ്ങൾ. ഓക്കെ, നിലാവ് കുടിച്ച സിംഹങ്ങളാണ് സോമനാഥൻ്റെ ആത്മകഥയാണ് നിലാവ് കുടിച്ച സിംഹങ്ങൾ. നമ്മുടെ ശ്രീകുമാരൻ തമ്പിയുടെ ആത്മകഥയാണ് ജീവിതം ഒരു പെൻഡുലം. ഇത് കേട്ടിട്ടുള്ളതായിരിക്കും. ജീവിതം ഒരു പെൻഡുലം ശ്രീകുമാരൻ തമ്പിയുടെയാണ്. സേതുവിൻ്റെ ആത്മകഥ ഏതാണ്? സേതുമാധവൻ എന്നറിയപ്പെടുന്ന സേതുവിൻ്റെ ആത്മകഥ അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ. ഓക്കെ, അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ സേതുമാധവൻ്റെ ആത്മകഥയാണ്. KM മാണിയുടെ ആത്മകഥയാണ് ആത്മകഥ. ഓക്കെ, ആത്മകഥ എന്ന് തന്നെ പേരിട്ട് KM മാണി. കൊള്ളാം. ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ ഏതാണ്? ഉമ്മൻചാണ്ടി കാലം സാക്ഷി. ഓക്കെ, ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയാണ് കാലം സാക്ഷി. നമ്മുടെ വിശ്വാസ് മേത്തയുടെ ആത്മകഥ ഏതാണ്? ഇമ്പോർട്ടൻ്റ് ആണ് വിശ്വാസ് മേത്ത. അതിജീവനം. ഓക്കെ, അതിജീവനം വിശ്വാസ് മേത്തയുടെ ആത്മകഥയാണ്. ഒന്നുകൂടി പറഞ്ഞുതരാം. അതിജീവനം ആരുടെ? അത്
വിശ്വാസ് മേത്ത. കാലം സാക്ഷി ആരുടേത്? ഉമ്മൻചാണ്ടി. ആത്മകഥ ആരാണ്? സിമ്പിൾ, കെ എം മാണി. അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ ആരാണ്? എഴുത്തുകാരനാണ്. അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ എ സേതുമാധവൻ എന്നറിയപ്പെടുന്ന സേതു. ഓക്കെ. ജീവിതം ഒരു പെൻഡുലം ആരുടെയാണ്? ശ്രീകുമാരൻ തമ്പി. ശ്രീകുമാരൻ തമ്പിയുടെയാണ്. നിലാവ് കുടിച്ച സിംഹങ്ങൾ ഏതാണ്? എസ് സോമനാഥൻ്റെയാണ്. ഫ്ലാഷ് ബാക്ക് എൻ്റെയും സിനിമയുടെയും ആരാണ്? കെ ജി ജോർജ്. കെ ജി ജോർജിൻ്റെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഏതാണ്? ഇന്ദ്രധനുസ്. ഇന്ദ്രധനുസിൻ്റെയാണ്. ക്ലിക്കാലം ആരുടെയാണ്? കിളി 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 കിളി. വത്സലയുടെ കിളി പോയി. വത്സലയുടെ കിളി പോയി. പി വത്സല. ഓക്കെ. അടുത്താണ് നമ്മുടെ അടിമമക്ക. സി കെ ജാനുവിൻ്റെയാണ്. ഓക്കെ, സി കെ ജാനുവിൻ്റെയാണ്. ഇന്നസെൻറ്റിൻ്റെ അറിയാലോ, ചിരിക്ക് പിന്നിൽ അറിയായിരിക്കും. അതേപോലെ ഡോക്ടർ എം ലീലാവതിയുടെയും കൂടി ഒന്ന് ഓർത്ത് വയ്ക്കണം. ധ്വനി പ്രയാണം എം ലീലാവതി. ഓക്കെ, എം ലീലാവതിയുടെ ആത്മകഥയാണ്. ഡോക്ടർ എം ലീലാവതിയുടെ ആത്മകഥയാണ് ധ്വനി പ്രയാണം. ഓക്കെ, ഇത്രയൊന്നും ഓർത്ത് വയ്ക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്, കേൾക്കാൻ സാധ്യത ഉണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. മൂന്നാമത്തെ ചോദ്യമാണ് 2023 ലോക ആഹാര ദിനത്തോടനുബന്ധിച്ച് കുട്ടികളിൽ ജങ്ക് ഫുഡ് ശീലം കുറയ്ക്കുന്നതിനായുള്ള കർമ്മ പദ്ധതി തയ്യാറാക്കിയ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഓക്കെ, ഓപ്ഷൻ ഡി കേരളമാണ്. നാലാമത്തെ ചോദ്യമാണ് 2024 ഇൻ്റർനാഷണൽ ഷുഗർ ഓർഗനൈസേഷൻ്റെ അധ്യക്ഷത സ്ഥാനം ഏറ്റെടുത്ത രാജ്യം ഏതാണ്? കറണ്ട് അഫയേഴ്സ് ആണ്, അപ്ഡേറ്റ് ആയിട്ട് പോകണം. ഓപ്ഷൻ എ ആണ്, ഇന്ത്യയാണ്. ഓക്കെ, 2024 ഇൻ്റർനാഷണൽ ഷുഗർ ഓർഗനൈസേഷൻ്റെ ഇന്ത്യക്കാരൊക്കെ ഉള്ള പഞ്ചസാര അസുഖം കൊണ്ടെന്ന് ഓർത്താൽ മതി, ഇന്ത്യയാണ്. അഞ്ചാമത്തെ ചോദ്യമാണ് ദേശീയ സ്റ്റാർട്ടപ്പ് ദിനമായി ആചരിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ച ദിവസം. ദേശീയ സ്റ്റാർട്ടപ്പ് ദിനമായിട്ട് ആചരിക്കാൻ ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, ജനുവരി 16 ഓക്കെ, ഇപ്പം ചോദിക്കാൻ സാധ്യതയുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ചോദ്യമാണ്. ഭരണഘടന ഹത്യാ ദിനം എന്നാണ്. ഭരണഘടന ഹത്യാ ദിനം നല്ലപോലെ ട്രെൻഡിങ് ആയ ക്വസ്റ്റ്യനാണ്. ന്യൂസ് പേപ്പറിലൊക്കെ കത്തി നിന്ന ചോദ്യമാണ്. ഏതാണ്? ഭരണഘടന ഹത്യാ ദിനമായി ആചരിക്കാൻ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ദിവസം എന്നാണ്. അത് ജൂൺ 25 ഓക്കെ, ജൂൺ 25 എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ജൂൺ 25 1975 ജൂൺ 25 പ്രത്യേകത എന്താണ്? ഇന്ത്യയിലുള്ള അടിയന്തരാവസ്ഥ. ഓക്കെ, ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് നടന്ന അടിയന്തരാവസ്ഥനെ ഓർമ്മിപ്പിക്കുന്നതാണ് 1975 ജൂൺ 25. അതുകൊണ്ട് തന്നെ BJP സർക്കാർ ജൂൺ 25 എന്തോന്നാണ്? ഭരണഘടന ഹത്യാ ദിനമായി ഹത്യാ ദിനമായി ആചരിക്കാൻ സർക്കാർ പ്രഖ്യാപിച്ചു. ജൂൺ 25 നോക്കി വയ്ക്കണം, കേൾക്കും. കാരണം അത്രയ്ക്ക് ന്യൂസ് പേപ്പറിലൊക്കെ വന്നിട്ടുള്ള വാർത്തകളാണ്. ഭരണഘടനാ ഹത്യാ ദിനം ജൂൺ 25. ആറാമത്തെ ചോദ്യമാണ് കേരളത്തിലെ ആദ്യത്തെ ഫോറസ്റ്റ് റേഞ്ചർ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെ? കേരളത്തിലെ ആദ്യത്തെ ഫോറസ്റ്റ് റേഞ്ചർ പരിശീലന കേന്ദ്രം. ഇതെല്ലാം കറണ്ട് അഫയേഴ്സ് ആണ്. ഓപ്ഷൻ ഡി ആണ്, അരിപ്പയാണ്. ഓക്കെ, അരിപ്പയാണ്. ഏഴാമത്തെ ചോദ്യം ജീവിതശൈലി രോഗനിർണയത്തിനായി ഹെൽത്ത് ലൈൻ പദ്ധതി ആരംഭിച്ച ജില്ല. ഹെൽത്ത് ലൈൻ ഏതാണ്? ഓപ്ഷൻ എ നമ്മുടെ തൃശ്ശൂർ ജില്ലയാണ്. ഓക്കെ, ഹെൽത്ത് ലൈൻ ജീവിതശൈലി രോഗനിർണയത്തിനായി ഹെൽത്ത് ലൈൻ ആരംഭിച്ച ജില്ലയാണ് തൃശ്ശൂർ. 2023 ഒക്ടോബറിൽ സ്ഥാപിതമായതിൻ്റെ 135 വാർഷികം ആഘോഷിച്ച കേരളത്തിലെ റിസർവ് വനം. 2023 ഒക്ടോബറിൽ സ്ഥാപിതമായതിൻ്റെ 135 വാർഷിക ആഘോഷിച്ച കേരളത്തിലെ റിസർവ് വനം ഏതാണ്? 8 ഓപ്ഷൻ ബി ആണ്. ഓക്കെ, കോന്നി ഏത് ജില്ലയാണ്? പത്തനംതിട്ടയാണ്. ഓക്കെ, പത്തനംതിട്ടയാണ്. ഓക്കെ, പത്തനംതിട്ട ജില്ലയിലുള്ളതാണ് കോന്നി. കേരളത്തിലെ തന്നെ ആദ്യത്തെ റിസർവ് വനം എന്ന് കേട്ടുകഴിഞ്ഞാൽ കോന്നിയാണ്. പക്ഷേ ഏറ്റവും വലിയ റിസർവ് വനം ഏതാണ്? അത് റാന്നിയാണ്. ഓക്കെ, റാന്നി എന്താ ഓപ്ഷൻ എ, അതും പത്തനംതിട്ട തന്നെയാണ്. ഓക്കെ, റാന്നി. ഓക്കെ, റാന്നി. ഇപ്പോൾ റായിട്ട് ഇത് ഇപ്പോൾ ഏറ്റവും വലുത് റാന്നിയും ഏറ്റവും ആദ്യത്തത് കോന്നിയാണ്. കോന്നിയിലാണ് 2023 ഒക്ടോബറിൽ 135 വാർഷികം ആഘോഷിച്ചത്. 9ാമത്തെ ചോദ്യമാണ് സംസ്ഥാനത്തെ മുഴുവൻ സർവകലാശാലകളിലും കോളേജുകളിലും ഈ ഗവേണൻസ് നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി വികസിപ്പിക്കുന്ന സോഫ്റ്റ്വെയർ ഏതെന്നാണ്? ഏതാണ്? യൂണിവേഴ്സിറ്റികളിൽ ഈ ഗവേണൻസ് നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി വികസിപ്പിക്കുന്ന സോഫ്റ്റ്വെയർ. 9 ഓപ്ഷൻ എ ആണ്, കെ റീപ്പ് ആണ്. ഓക്കെ, കെ റീപ്പിൻ്റെ ഫുൾ ഫോം എന്താണ്? PSC അല്പം ഒന്ന് ഘടിപ്പിച്ച് കഴിഞ്ഞാൽ ഇതേപോലത്തെ ചോദ്യങ്ങളൊക്കെ കേൾക്കും. നമ്മുടെ നീതി ആയോഗിൻ്റെ ഫുൾ ഫോം കേൾക്കുന്ന പോലെ. ഏതാണ് കെ റീപ്പിൻ്റെ ഫുൾ ഫോം?
സ്പാർക്കിൻ്റെ ഫുൾ ഫോം PSC കേട്ടിട്ടുണ്ട്, സ്പാർക്കിൻ്റെ. അതുപോലെ തന്നെ നമ്മുടെ അതോ ഒന്ന് മറന്നുപോയി. അപ്പം അതുപോലെ കെയർറീപ്പ് എന്തോന്നാണ്? കെയർറീപ്പ് കേരള റിസോഴ്സ് ഫോർ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പ്ലാനിങ്. ഓക്കെ, ഇതാണ് കെയർറീപ്പ്, കേരള റിസോഴ്സസ് ഫോർ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പ്ലാനിങ്. അപ്പം കെയർറീപ്പ് എന്ന് പറഞ്ഞാൽ കേരള റിസോഴ്സസ് ഫോർ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പ്ലാനിങ്, കെയർറീപ്പ്. ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. 10ാമത്തെ ചോദ്യമാണ്, ജലപാതയിലൂടെ ചരക്ക് നിയന്ത്രണത്തിന് ഇന്ത്യയുമായി ധാരണാപത്രം ഒപ്പിടുന്ന ആദ്യത്തെ കൊമേഴ്സ് പ്ലാറ്റ്ഫോം ഏതാണ്? ആ പേരിൽ തന്നെ ഉണ്ട് ഒരു പ്രകൃതിയായിട്ടുള്ള വമ്പൻ ടച്ച്. ഓപ്ഷൻ എ ആണ് ആമസോൺ. ഓക്കെ, ഓപ്ഷൻ എ ആമസോൺ ആണ്. 11ാമത്തെ ചോദ്യമാണ്, ഇന്ത്യ ആദ്യമായി ആതിഥ്യം വഹിക്കുന്ന ഏഷ്യൻ മൗണ്ട് ബൈക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ഏതാണ്? ഓപ്ഷൻ എ ആണ് പൊന്മുടിയാണ്. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്, കേട്ടിട്ടുള്ളതെന്ന് തോന്നുന്നു PSC. ഓക്കെ, ക്വസ്റ്റ്യൻ നേരത്തെ ഇവിടെ കണ്ടിട്ടുണ്ട്. ബൈക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് പൊന്മുടിയാണ്. 12ാമത്തെ ചോദ്യമാണ്, കേരള വൺ ഹെൽത്ത് സെൻറ്റർ ഫോർ നിപ്പ റിസർച്ച് നിലവിൽ വന്ന മെഡിക്കൽ കോളേജ് ഏതായിരിക്കും? അവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ്. ഓക്കെ, കോഴിക്കോട് മെഡിക്കൽ കോളേജ്. 13ാമത്തെ ചോദ്യമാണ്, രാജ്യത്തെ ഏറ്റവും മികച്ച 10 സ്ത്രീ സൗഹൃദ തൊഴിലിടങ്ങളിൽ ഇടം നേടിയ ഇന്ത്യയിലെ ഏക ബാങ്കിംഗ് സ്ഥാപനം ഏതാണ്? രാജ്യത്തെ 10 മികച്ച സ്ത്രീ സൗഹൃദ തൊഴിലിടങ്ങളിൽ ഇടം നേടിയ ഇന്ത്യയിലെ ഏക ബാങ്കിംഗ് സ്ഥാപനം 13 ഓപ്ഷൻ എ ആണ്, ഫെഡറൽ ബാങ്കാണ്. ഓക്കെ, ഓപ്ഷൻ എ ഫെഡറൽ ബാങ്കാണ്. നിലവിലുള്ള ഫെഡറൽ ബാങ്ക് MDയും CEO ആരാണ്? ഫെഡറൽ ബാങ്ക് MD KV സുബ്രഹ്മണ്യമാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക, KV സുബ്രഹ്മണ്യം പറഞ്ഞതേ ഉള്ളൂ. KV സുബ്രഹ്മണ്യമാണ് നിലവിലെ ഫെഡറൽ ബാങ്ക് MDയും അതിലെ CEOയും, KV സുബ്രഹ്മണ്യം. 14ാമത്തെ ചോദ്യമാണ്, 74ാം റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി കേരളം അവതരിപ്പിച്ച ഫ്ലോട്ടിൻ്റെ ആശയം ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, 15 ഇരുചക്ര വാഹനങ്ങളുടെ നിരത്തിലെ മത്സരയോട്ടം തടയാനുള്ള മോട്ടോർ വാഹന വകുപ്പിൻ്റെ പരിപാടി ഫേമസ് ആണ് ഏതാണ്? 15 ഓപ്ഷൻ സി ആണ്, ഓപ്പറേഷൻ റേസ് ആണ്. ഓക്കെ, ഓപ്പറേഷൻ റേസ് ആണ്. ഓപ്പറേഷൻ മൂൺലൈറ്റ് എന്തോന്നാണ്? ഓപ്പറേഷൻ മൂൺലൈറ്റ് നമ്മുടെ ബെവ്കോ ഔട്ട്ലെറ്റുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ മൂൺലൈറ്റ്. ഓക്കെ, ബെവ്കോ ഔട്ട്ലെറ്റുകളിൽ വിജിലൻസിൻ്റെ പരിശോധനയാണ് ഓപ്പറേഷൻ മൂൺലൈറ്റ്. 16ാമത്തെ ചോദ്യമാണ്, 2023 എത്ര മലയാളികൾക്കാണ് പത്മശ്രീ പുരസ്കാരം ലഭിച്ചത്? എത്ര പേർക്കാണ്? ഓപ്ഷൻ എ ആണ്. ഓക്കെ, 4 പേർക്കാണ്. 17 സമുദ്രത്തിനടിയിലെ ഖനികൾ കണ്ടെത്തുന്നതിനായി ഇന്ത്യ ലോഞ്ച് ചെയ്ത ഓട്ടോണമസ് അണ്ടർ വാട്ടർ വെഹിക്കിൾ സമുദ്രത്തിനടിയിലെ ഖനികൾ കണ്ടെത്തുന്നതിനായി ഇന്ത്യ ലോഞ്ച് ചെയ്ത ഓട്ടോണമസ് അണ്ടർ വാട്ടർ വെഹിക്കിൾ എന്നാണ് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, നീരാക്ഷി. ഓപ്ഷൻ ബി നീരാക്ഷിയാണ്. 18ാമത്തെ ചോദ്യമാണ്, 2023 വന മഹോത്സവത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടന്നത് എവിടെ? 2023 വന മഹോത്സവത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഓപ്ഷൻ എ ആണ്. ഓക്കെ, തേക്കടിയിലാണ്. 19ാമത്തെ ചോദ്യമാണ്, മിഗ്ജാം ചുഴലിക്കാറ്റിനെ ആ പേര് നിർദ്ദേശിച്ച രാജ്യം. മിഗ്ജാം ചുഴലിക്കാറ്റിനെ ആ പേര് നിർദ്ദേശിച്ച രാജ്യം 19 ഓപ്ഷൻ സി ആണ്. ഓക്കെ, മ്യാൻമാർ ആണ്. ഓപ്ഷൻ സി മ്യാൻമാർ ആണ്. 20ാമത്തെ ചോദ്യമാണ്, 5 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ ആധാർ എൻറോൾമെൻറ്റ് പൂർത്തിയാക്കിയ കേരളത്തിലെ ആദ്യത്തെ ജില്ല എന്നാണ്? ഏതാണ്? 5 വയസ്സിന് താഴെ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം എന്താണ് കൊച്ചിൻ്റെ വായിലെടുത്ത് വെച്ച് കൊടുക്കണമെന്ന് ഓർത്താൽ മതി. അപ്പോൾ ഓപ്ഷൻ എ വയനാടാണ്. ഓക്കെ, 20 ഓപ്ഷൻ എ ആണ്. 20 ഓപ്ഷൻ എ ആണ്. 21 സിവിൽ നിയമലംഘനത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ എന്തെല്ലാം എന്നാണ്? ഉപ്പ് നികുതി എടുത്തു കളയുക, കൃഷിക്കാർക്ക് 50% നികുതി ഇളവ് നൽകുക, വിദേശ വസ്തുക്കളുടെ ഇറക്കുമതി ചുമത്തുന്ന നികുതി കുറയ്ക്കുക, സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കുക. ഏതാണ്? സിവിൽ നിയമലംഘനവുമായി ബന്ധപ്പെട്ട് 21ാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ്. ഓക്കെ, 1, 2, 4 ആണ്. ഓക്കെ, അടുത്ത ചോദ്യമാണ് 22ാമത്തെ ചോദ്യമാണ്, ഇന്ത്യയുടെ വാണിജ്യ ചരിത്രത്തിൽ ഇതുപോലൊരു ദുരിതം കാണാനാകില്ല. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യയുടെ സമതലങ്ങളിൽ വെളുപ്പിക്കുന്നു. ആരുടെ വാക്കുകളാണ്? ആ ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ട്. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു. എന്താണ് ചോദ്യത്തിന് തന്നെ ഉത്തരം എഴുതാൻ പറ്റും, കോഡുണ്ട്.
ഏതാണ്? എല്ലുകളിൻ്റെ ഇംഗ്ലീഷ് എന്തോന്നാണ്? ബോണാണ്. ഓക്കെ, BONE. ബോണുമായി ബന്ധപ്പെട്ട ഒരേയൊരു വാക്കുകൾ ബെൻഡിങ്. ഓക്കെ, ബോണ് ബെൻഡിങ്, വില്യം ബെൻഡിങ് ആണ്. 22 ഓപ്ഷൻ ബി ആണ്. ഓക്കെ, 22 ഓപ്ഷൻ ബി ആണ്. 23 ചേരുംപടി ചേർക്കുക. ഡോക്ടർ പൽപ്പു, ശുഭാനന്ദ ഗുരുക്കൾ, ആനന്ദതീർത്ഥൻ, പണ്ഡിറ്റ് കറുപ്പൻ. സംഘടനകൾ ഏതാണ്? 23 ഡോക്ടർ പൽപ്പുവിൻ്റെ ഏതാണ്? ഗ്രേറ്റ് ഈഴവ അസോസിയേഷൻ. ഓക്കെ, ഗ്രേറ്റ് ഈഴവ അസോസിയേഷൻ പൽപ്പു ആണ്. അതുപോലെ തന്നെ ശുഭാനന്ദ ഗുരുക്കൾ ഏതാണ്? ആത്മബോധോദയ സംഘം ശുഭാനന്ദ ഗുരുക്കൾ. നമുക്ക് എന്തെങ്കിലും എന്താണ് ആത്മീയമായിട്ട് ബോധമുള്ളവൻ്റെ അടുത്ത് നമ്മൾ എന്താണ് ശുഭയാത്ര പറഞ്ഞ് ഇറങ്ങുമെന്ന് ഓർത്താൽ ശുഭാനന്ദം. ഓക്കെ, അതുപോലെ ആനന്ദതീർത്ഥൻ എന്താണ്? തീർത്ഥവെള്ളം തളിക്കുന്നത് എന്താണ്? നശിക്കാൻ വേണ്ടിയാണ്, ജാതിനാശിനി സഭ. ഓക്കെ, പണ്ഡിറ്റ് കറുപ്പൻ, അരയ സമാജം. ഓക്കെ, പണ്ഡിറ്റ് കറുപ്പൻ, അരയ സമാജം. ഓപ്ഷൻ എ ആണ് ഉത്തരം. 23 ഓപ്ഷൻ എ ആണ് ഉത്തരം. 24 തിരുവിതാംകൂർ പ്രവർത്തന മേഖലയാക്കിയിരുന്ന മിഷണറി സംഘം ഏതെന്നാണ്? ഏതാണ്? 24 ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്. എയും സിയും ആണ്. ഓക്കെ, ഏതാണ്? LMSും CMSും ആണ്. ഓക്കെ, CMSും ആണ്. ഇതിലെങ്ങനെ ഓർക്കാം? ഈ എസ് ഉണ്ടല്ലോ, എസ് എന്ന് വെച്ചാൽ എന്താ? സൗത്ത് എന്ന് ഓർത്താൽ. ഓക്കെ, തിരുവിതാംകൂർ സൗത്ത് അല്ലേ? അതേപോലെ CMSൻ്റെ സി എന്തോന്നാണ്? കൊച്ചി മേഖലയെന്ന് ഓർത്താൽ. ഓക്കെ, കൊച്ചിയും തിരുവിതാംകൂറും CMSൻ്റെയിലും, തിരുവിതാംകൂർ മാത്രമെന്ന് കേട്ടുകഴിഞ്ഞാൽ നമ്മുടെ LMSും ആണ്. ഓക്കെ, കൊച്ചിയും തിരുവിതാംകൂറും ആണെങ്കിൽ LMS ആണ്. അതുപോലെ തിരുവിതാംകൂർ മാത്രമാണെങ്കിൽ ഏതാണ്? തിരുവിതാംകൂർ മാത്രമാണെങ്കിൽ LMS ആണ്. LMS എന്നറിയാം, ലണ്ടൻ മിഷൻ സൊസൈറ്റി. CMS എന്ന് പറഞ്ഞാൽ ചർച്ച് മിഷൻ സൊസൈറ്റി. BEM എന്ന് പറഞ്ഞാൽ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. ഓക്കെ, അതിൽ ഉണ്ട് BEM. M ഫോർ മലബാർ. ഓക്കെ, BEM എവിടെയാണ്? മലബാർ പ്രദേശത്താണ് പ്രത്യേകമായി പ്രവർത്തനങ്ങൾ നടത്തിയത്. ഓക്കെ, പേരിൽ തന്നെ ഉണ്ട് BEM എന്താണ്? M ഫോർ മലബാർ പ്രദേശത്താണ്. LMS S ഫോർ സൗത്ത് പ്രദേശത്താണ്, തിരുവിതാംകൂർ പ്രദേശമാണ്. CMS കൊച്ചി എന്താണ്? C ഫോർ കൊച്ചി, S ഫോർ സൗത്തും. അപ്പോൾ കൊച്ചിയിലും തിരുവിതാംകൂറിലും CMSും ആണ്. 25ാമത്തെ ചോദ്യം, ഏത് രാജ്യത്തിൻ്റെ സമ്പദ്ഘടന പുനഃസംഘടിപ്പിക്കുന്നതിനായി കൊണ്ടുവന്ന ഭരണപരിഷ്കരണമാണ് പെരിസ്ട്രോയിക്ക? ഏതാണ്? ഏതിൻ്റെയാണ്? സോവിയറ്റ് യൂണിയൻ്റെ ആണ്. ഓക്കെ, പെരിസ്ട്രോയിക്ക സോവിയറ്റ് യൂണിയൻ്റെ ആണ്. 26 പശ്ചിമ തീര സമതലങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ്. ഏതാണ്? 1, 2, 3 ഏതാണ്? 26 ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, 1, 3 അറബിക്കടലിന് സമാന്തരമായി പശ്ചിമ തീര സമതലങ്ങൾ സ്ഥിതി ചെയ്യുന്നു. ശരിയാണ്. അതുപോലെ തന്നെ ഇതൊക്കെ പാരദ്വീപൊക്കെ എവിടെയാണ്? നമ്മുടെ പൂർവ്വതീര തുറമുഖങ്ങളിൽ പറഞ്ഞതാണ് പാരദ്വീപൊക്കെ. 3ാമത്തെയാണ് താഴ്ന്നുപോയ സമതലങ്ങളുടെ ഉദാഹരണമാണ് പശ്ചിമ തീര സമതലങ്ങൾ. ഓക്കെ, 27 സിന്ധു നദി ടിബറ്റിൽ അറിയപ്പെടുന്ന പേര്. ഏത് പേരിലാണ് സിന്ധു നദി ടിബറ്റിൽ അറിയപ്പെടുന്നത്? 27 ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, സിംഗി കമ്പൻ എന്ന പേരിലാണ്. 28ാമത്തെ ചോദ്യം, താഴെ പറയുന്നതിൽ അപരദനം മൂലമുണ്ടാകുന്ന ഭൂരൂപങ്ങളിൽ പെടാത്ത ഏവയെന്നാണ്? അപരദനം മൂലം. ഓക്കെ, ഇറോഷൻ മൂലമുണ്ടാകുന്ന ഭൂരൂപങ്ങളിൽ പെടാത്തത് ഏവയെന്നാണ്? ഏതാണ്? വെള്ളച്ചാട്ടങ്ങൾ, സിർക്കുകൾ, മൊറൈനുകൾ, കൂൺശിലകൾ, ബീച്ചുകൾ, ഡെൽറ്റകൾ. ഏതാണോ? ഓപ്ഷൻസ് നോക്കി എഴുതാവുന്നേ ഉള്ളൂ. 28 എന്താണ്? വെള്ളച്ചാട്ടങ്ങൾ അറിയായിരിക്കും. കാരണം എന്താണ്? വെള്ളച്ചാട്ടങ്ങൾ എന്താണ്? അപരദനം മൂലമുണ്ടാകുന്നതാണ്. കാരണം നിക്ഷേപ രൂപം മൂലമുണ്ടാകുന്നതാണെങ്കിൽ എന്താണ്? വെള്ളച്ചാട്ടങ്ങൾ മുഴുവൻ മണ്ണ് നിറഞ്ഞടക്കും, പിന്നെ അവിടെ വെള്ളച്ചാട്ടം ഉണ്ടാവുമോ? ഇല്ലല്ലോ. അപ്പോൾ അപരദനം കാരണം, ഇറോഷൻ കാരണം എന്താണ്? പാറകളിലെ എന്താണ് ലഘുവായ ഘടകങ്ങളെല്ലാം ഒരു അലിഞ്ഞ് പോയി അത് ജസ്റ്റ് ഒന്ന് താന്ന് വലിയ കുഴിയായിട്ട് മാറുന്നു, പിന്നെ അവിടെ വെള്ളച്ചാട്ടമായി മാറുന്നു. അങ്ങനെയാണ് വെള്ളച്ചാട്ടം. അപ്പോൾ അത് അപരദനം മൂലമാണ്. അപ്പം 1 ഓപ്ഷനാണ് കറക്റ്റ്. അപ്പം എ തെറ്റി, ബി തെറ്റി. സോറി, ഇത് അപരദനം മൂലം പെടാത്തവെന്നാണ്. അപ്പം ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും തെറ്റാണ്. ഇനി ഓപ്ഷൻ എയും ബിയുമാണുള്ളത്. ഇതിൽ ബീച്ചുകൾ എന്താണ്? ബീച്ചുകൾ എന്താണ്? അപരദനം മൂലം കുഴിയായിട്ടാണ് ബീച്ചുകൾ കിടക്കുന്നത്? ഇല്ലല്ലോ. നിക്ഷേപ പ്രവർത്തനം മൂലം എന്താണ്? മണലൊക്കെ കൊണ്ട് നിറഞ്ഞാണ് ബീച്ച് കിടക്കുന്നത്. അതേപോലെ ഡെൽറ്റകൾ രൂപപ്പെടുന്നത് എങ്ങനെയാണ്? നദിയിൽ നിന്ന് പറഞ്ഞ എന്താണ്? മണലുകളും അതേപോലെ അഴുക്കുകളും ചേർന്നാണ് ഡെൽറ്റകൾ രൂപപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അതും നിക്ഷേപ പ്രവർത്തനമാണ്. അപ്പോൾ ഓപ്ഷൻ ഏതായിരിക്കും? 28
28 ഓപ്ഷൻ ബി ആണ്. ഓക്കെ, 28 ഓപ്ഷൻ ബി ആണ്. 29 ഭൂപടത്തിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖയായ ഐസോടാക്കുകളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതെന്നാണ്? 4 സ്റ്റേറ്റ്മെൻറ്റിൽ വായിച്ചു നോക്കുക. ഐസോടാക്കുകളെ സംബന്ധിച്ച് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, കാറ്റിന് ഒരേ വേഗതയുള്ള പ്രദേശങ്ങളെ കൂട്ടി യോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖകളാണ് നമ്മൾ ഐസോടാക്കുകൾ എന്ന് പറയുന്നത്. 30ാമത്തെ ചോദ്യം, മംഗലം ഡാം സ്ഥിതി ചെയ്യുന്ന ജില്ല എവിടെയാണ്? പാലക്കാടാണ്. ഓക്കെ, പാലക്കാട് മംഗലം. ഇംഗ്ലീഷിലെ ആദ്യത്തെ ചോദ്യമാണ് നമ്മുടെ 31ാമത്തെ ചോദ്യം. ദ ഫ്രേസ് ഡിഗാർഷ്യ മീൻസ് എന്താണ്? ഡിഗാർഷ്യ എന്ന് വെച്ചാൽ എന്താണ് മീനിങ്? 71 ഓപ്ഷൻ എ ആണ്. ഓക്കെ, ബൈ ദി ഗ്രേസ് ഓഫ് ഗോഡ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ. 32 ദ ഇൻഡയറക്റ്റ് ഫോം ഓഫ് ദി സെൻറ്റൻസ്. ഹൗ ഡിഡ് യു സോൾവ് ദിസ് പ്രോബ്ലം? ദ ടീച്ചർ ആസ്ക്ഡ് ദ ഗേൾ ഈസ് ഏതാണ്? ഇൻഡയറക്റ്റ് ഏതാണ്? ഹൗ ഡിഡ് യു സോൾവ് ദിസ് പ്രോബ്ലം? 72 ഓപ്ഷൻ ബി ആണ് ഉത്തരം. ദ ടീച്ചർ ആസ്ക്ഡ് ദ ഗേൾ ഹൗ ഷീ ഹേഡ് സോൾവ്ഡ് ദാറ്റ് പ്രോബ്ലം. ഓക്കെ, ഷീ ഹേഡ് സോൾവ്ഡ് ദാറ്റ് പ്രോബ്ലം. 73 33ാമത്തെ ചോദ്യം. ദേ റയർലി സ്പീക്ക് ഇംഗ്ലീഷ് ഏതാണ്? റയർലി സ്പീക്ക് ഇംഗ്ലീഷ് ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഡു ദേ. ഓപ്ഷൻ സി ഡു ദേ ആണ്. 34ാമത്തെ ചോദ്യം. ഷീ ലുക്സ് ഡാഷ് യുവർ സിസ്റ്റർ ഏതാണ്? 74 ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഷീ ലുക്സ് ലൈക്ക് യുവർ സിസ്റ്റർ. 75 ഫൈൻഡ് എ വേർഡ് സ്യൂട്ടബിൾ ഫോർ എക്സ്പ്രഷൻ ദി സ്റ്റൈൽ ഇൻ വിച്ച് എ റൈറ്റർ മേക്സ് എ ഡിസ്പ്ലേ ഓഫ് ഹിസ് നോളജ് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. 91ാമത്തെ ചോദ്യം. നമ്മുടെ 36ാമത്തെ ചോദ്യം. ശരിയായ പദം ഏതെന്നാണ്? ഏതാണ് ശരിയായിട്ടുള്ള പദം? ഓപ്ഷൻ എ ആണ്. ഓക്കെ, കേളിഗ്രഹം. ഓക്കെ, കേളിഗ്രഹം. 37ാമത്തെ ചോദ്യം. ശരിയായ വാക്യം ഏതെന്നാണ്? ABCD നേരത്തെ പറഞ്ഞിട്ടുള്ള റൂളാണ്. ശരിയായിട്ടുള്ള വാക്യം 92 ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഗത്യന്തരമില്ലാതെ അയാൾ ആത്മഹത്യ ചെയ്തു. ഇതിലെന്തൊന്നാണ് തെറ്റ്? സി ഓപ്ഷനിൽ എല്ലാ വെള്ളിയാഴ്ച തോറും എന്ന് വേണോ? എല്ലാ വെള്ളിയാഴ്ചയും പ്രാർത്ഥനയുണ്ട്, അല്ലെങ്കിൽ വെള്ളിയാഴ്ച തോറും പ്രാർത്ഥനയുണ്ട്. ഒന്നേ എല്ലാം അല്ലെങ്കിൽ തോറും, അത് ഏതെങ്കിലും ഒന്ന് മതി. ഓക്കെ, വെള്ളിയാഴ്ച തോറും പ്രാർത്ഥനയുണ്ട്, അത് ശരിയാണ്. അല്ലെങ്കിൽ എല്ലാ വെള്ളിയാഴ്ച പ്രാർത്ഥനയുണ്ട്. ഓക്കെ, അതുപോലെ പെട്ടെന്നുണ്ടായ ഭാര്യയുടെ മരണം അയാളെ തളർത്തി. എങ്ങനെയാണ് കറക്റ്റ് ആക്കുന്നത്? എന്താണ്? ഭാര്യയുടെ പെട്ടെന്നുണ്ടായ മരണം അയാളെ തകർത്തി. ഓക്കെ, ഭാര്യയാണ് ആദ്യം വരേണ്ടത്. അതുപോലെ ഓരോ പഞ്ചായത്ത് തോറും വേണോ? ഓരോ പഞ്ചായത്തും ഓരോ ആശുപത്രി ആവശ്യമാണ്, അല്ലെങ്കിൽ പഞ്ചായത്ത് തോറും ആശുപത്രി ആവശ്യമാണ്, അങ്ങനെ മതി. അടുത്ത ചോദ്യമാണ് 38ാമത്തെ ചോദ്യം. ചേർത്തെഴുതുക. കാട് പ്ലസ് ഇൽ ഏതാണ്? കാട് പ്ലസ് ഇൽ കാട്ടിൽ. ഓപ്ഷൻ ബി ആണ്, കാട്ടിൽ. 39 പര്യായ പദം എഴുതുക. അമ്പ് ഏതാണ്? ഷൂ പോലെ പോണത് ഏതാണ്? ഷൂ പോലെ പോവും. ഇഷ്യൂ. ഓക്കെ, ഇഷ്യൂ. അമ്പ് ഇഷ്യൂ. ഇഫം ഏതാണ്? ഇഫം. 40ാമത്തെ ചോദ്യമാണ്. ഒറ്റപ്പദം എഴുതുക. മരിക്കാറായ അവസ്ഥ. 40ാമത്തെ ഒറ്റപ്പദം മരിക്കാറായ അവസ്ഥ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, പശ്ചിമാവസ്ഥയാണ്. PSC കേട്ടിട്ടുള്ളതാണ്. ഓക്കെ, PYQ ആണ്, പശ്ചിമ അവസ്ഥ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ 40 ചോദ്യങ്ങൾ. നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ